ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കോടികളുടെ നിക്ഷേപം നടത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ആത്മനിർഭർ ഭാരത് ഉദ്യമത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുന്നതിനായി 14,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യയ്ക്കായി ചൈനയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി സാങ്കേതികവിദ്യ, പവർ ട്രെയിനുകൾ, ചാർജിംഗ് സംവിധാനങ്ങൾ എന്നിവ പ്രാദേശികമായി വികസിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്ന് EV ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും ഇതിനോടകം ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സൗകര്യങ്ങൾ വിപുലമാക്കുന്നതിനായി വരുന്ന 5 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ നടത്തുകയെന്നാണ് വിലയിരുത്തൽ. ആദ്യ 3 വർഷം ഇലക്ട്രിക് വാഹന ബാറ്ററിയുടെയും ഇതിന്റെ സാങ്കേതിക വിദ്യയും വികസിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുക. ചാർജിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവ ഭാവി പദ്ധതിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെ പലതും ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ എത്തുന്നത്. എന്നാൽ ഈ ഇറക്കുമതി പരമാവധി കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് ANRF ഒരുക്കുന്നത്. ഇതിനായി വൈദ്യുത വാഹനങ്ങളുടെ ഘടകങ്ങൾ പ്രാദേശികമായി വികസിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് ANRF മേധാവി അഭയ് കരടികർ അറിയിച്ചു.